അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഷിഫാഉൽ അംറാദിലേക്ക് സ്വാഗതം. അള്ളാഹു നമ്മുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കി തരട്ടെ. എൻ്റെ വീഡിയോ നിങ്ങൾ അതിലുള്ള വോയിസ് പൂർണ്ണമായിട്ടും കേൾക്കുക. അത് കേട്ടാൽ ഒരുപാട് ഉപകാരങ്ങൾ നമുക്കുണ്ടാകും, ഒരുപാട് ഗുണങ്ങൾ കിട്ടും. കാരണം അത്രയും നല്ല ഒരു ട്രീറ്റ്മെൻറ്റാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ ആളുകളും വിളിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഉഷാറായിട്ടുണ്ട്, നല്ലതായിട്ടുണ്ടെന്ന്. നിങ്ങളെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പല ആളുകളും ചോദിച്ചൊരു കാര്യമാണ് കാൽ വിള്ളൽ. കാലിൻ്റെ വിരലുകളും കാലിൻ്റെ മടമ്പ് ഭാഗവും വിള്ളൽ. ആ വിള്ളൽ വരുമ്പം വല്ലാത്ത വേദനയുണ്ട്, അത് മാറുന്നില്ല. പല ഡോക്ടർമാരെയും കാണിച്ചു, എന്നിട്ടും സുഖമാകുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും മരുന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ച പല ആളുകളും വിളിക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഞാനിപ്പോൾ ഒരു മരുന്ന് പറയുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക, അത് മനസ്സിലാക്കുക. ഇത് ഒരു തരം അലർജിയാണ്. അലർജി ഉള്ള ആളുകൾക്ക് കാല് ഇങ്ങനെ വിള്ളലുണ്ടാവലുണ്ട്. അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ നടക്കാത്ത ആളുകൾക്കും അങ്ങനെ ഉണ്ടാവലുണ്ട്. അതുപോലെ കാലിൻ്റെ മടമ്പ് സ്കിന്നൊക്കെ കട്ടി കൂടിയതാണെങ്കിൽ അങ്ങനെയും കാലുകൾ പൊട്ടാറുണ്ട്. ഇങ്ങനെ പല കാരണങ്ങളാൽ കാല് പൊട്ടാറുണ്ട്. അപ്പോൾ ആ കാല് വെള്ളിച്ച അതിനുള്ളൊരു മരുന്നാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന, നമ്മൾ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന പേസ്റ്റ്, ഒരു ബൗളിലേക്ക് കുറച്ച് പേസ്റ്റ് എടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് തേനെടുക്കുക, കുറച്ച് പഞ്ചസാരയും കുറച്ച് വാസലിനും. ഈ 4 ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മളെ മരുന്ന്. അതായത് വാസലിന്, പേസ്റ്റ്, തേന്, പഞ്ചസാര. പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കുന്നത് നല്ലതാണ്. കുറച്ച് പഞ്ചസാര എടുത്ത് ഒരു ചട്ടിയിലിട്ട് ഉരുക്കിയിട്ട് അതിൻ്റെ വെള്ളം എടുക്കാം. എന്നിട്ട് ഇത് 4 കൂടി മിക്സ് ചെയ്യാം. 4 കൂടി മിക്സ് ചെയ്തിട്ട് തബ്ബത്ത് യദാ അബീ ലഹബിൻ എന്നുള്ള സൂറത്ത്, ഈ സൂറത്ത് ഓതുക. ആ കൂട്ടത്തിൽ ഒരു 3 വട്ടം ഓതിയാൽ മതി. ആ കൂട്ടത്തിൽ കാഫ് ഹായ ഐൻ സ്വാദ്, ഈ 5 അക്ഷരങ്ങളും ഒരു 3 വട്ടം പറയാം. എന്നിട്ട് ഈ മിക്സ് ചെയ്ത് വെച്ച ഈ ഇൻഗ്രീഡിയൻറ്റിലേക്ക്, ഈ മരുന്നിലേക്ക് ഇശ്ഫി യാ അല്ലാ എന്ന് പറഞ്ഞ് ഓതുകയും, ഇത് രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം കാല് നല്ല ഒരു ചൂടുവെള്ളത്തിൽ, ഉപ്പിട്ട ചൂടുവെള്ളം കൊണ്ട് കഴുകുക. കഴുകിയതിന് ശേഷം വെളുത്ത കോട്ടൺ തുണി കൊണ്ട് തുടച്ചെടുക്കുക. അതിനുശേഷം ഇത് പുരട്ടി കൊടുക്കുക. വെയിലുള്ള സമയത്ത് പുരട്ടാൻ പാടില്ല, തണുപ്പുള്ള സമയത്ത്, വെയിലില്ലാത്ത സമയത്ത് പുരട്ടി കൊടുക്കുക. ഒന്നുകിൽ രാവിലെ പുരട്ടാം, അതുപോലെ വൈകുന്നേരം 6 മണിക്ക് ശേഷം പുരട്ടാം, രാത്രി ഉറങ്ങാൻ സമയത്ത് പുരട്ടാം. എന്നിട്ട് രാവിലെ കഴുകിക്കളയാം. രാവിലെ കഴുകുമ്പോൾ ചൂടുവെള്ളം കൊണ്ട് കഴുകണം, ഉപ്പിട്ട ചൂടുവെള്ളം കൊണ്ട് കഴുകുക. കാല് നനയുന്നത് സൂക്ഷിക്കണം, എപ്പോഴും അത് ഡ്രൈ ആയി നിൽക്കണം. പിന്നെ ചൂടുവെള്ളം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴുകി കൊടുക്കുക. കാല് തോർത്തി കൊടുക്കണം. ഇങ്ങനെ ഒരാഴ്ച 2 ആഴ്ച നിങ്ങൾ ശരിക്ക് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ കാല് വിള്ളിച്ച മെല്ലെ മെല്ലെ കുറേശ്ശെ ഇങ്ങനെ മാറിപ്പോകും. അലർജി കാരണമുണ്ടാകുന്നതാണെങ്കിൽ ആ അലർജിക്കുള്ള മരുന്ന് ബന്ധപ്പെട്ട ആളുകളെ കണ്ട് പരിശോധിച്ച് അലർജീൻ്റെ മരുന്ന് കുടിക്കുകയും വേണം. നിങ്ങൾ എൻ്റെ ഈ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോളിട്ടോ. അതുപോലെ മറ്റുള്ള ആളുകൾക്കൊക്കെ എത്തിച്ചു കൊടുത്തോളി, നല്ല ഗുണമുണ്ടാവും. അള്ളാഹു നമ്മുടെ എല്ലാ രോഗങ്ങളും ഷിഫയാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.